അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒരു പ്രസവത്തിൽ മരിച്ചതിനെ സംബന്ധിച്ച് ഇവിടെ കേസൊക്കെ ഒരു സംഗതിയാണ്. എന്നാൽ അതിനോടനുബന്ധിച്ച് ചില പണ്ഡിതന്മാരെ ഫോട്ടോ വെച്ച് കൊണ്ട് ഇവിടെ പലരും വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ സുന്നികൾ മൊത്തത്തിൽ ഈ വീട്ടിലുള്ള പ്രസവത്തിന് അനുകൂലിക്കുന്നവരും ആസ്പത്രിയെ എതിർക്കുന്നവരും ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പകരാസനി അറിയണ ഒരു ഉസ്താദിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ആനപ്രസവം എന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു പോയി എന്ത് മനുഷ്യരല്ലാത്ത ജീവികളൊക്കെ അവിടെ പ്രസവിക്കുന്നുണ്ട്, ആന പ്രസവിക്കുന്നുണ്ട്, നായക്കൾ പൂച്ചകൾ ഇതിനൊന്നും ചികിത്സിക്കാറില്ല എന്ന് പറഞ്ഞു. ചികിത്സിക്കാറില്ല, ഇതൊക്കെ വീട്ടിൽ നിന്നാണ് പ്രസവിക്കാറുള്ളത്. അതോടെയുള്ള വെച്ചെങ്കിൽ അവിടെ കാട്ടിലാണെങ്കിൽ കാട്ടിൽ മനുഷ്യനും ഇതുപോലെ എന്ന് ഉപമിക്കല്ല ചെയ്തത്. ഇവിടെ പ്രസവം ഒരു അസുഖമായി മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. അതല്ല എന്ന് വിശദീകരിക്കാൻ വേണ്ടി അവരെ മുമ്പിൽ വന്ന ഉത്ബോധിതരായ ആൾക്കാരോട് പറഞ്ഞതിന് ഇവിടെ സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ ഒരു നിയമമാക്കിയിട്ട് ഇവിടെ പ്രചരിപ്പിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം. എനിക്കിപ്പോൾ ഒരു 85 വയസ്സായി. എൻ്റെ കുടുംബത്തിലോ എൻ്റെ മക്കളോടോ നമ്മുടെ അയൽവാസികളോ ഒരാൾ പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല വീട്ടിൽ വെച്ച് പ്രസവിച്ചു എന്നുള്ളത്. നമ്മുടെ ഉമ്മമാരൊക്കെ വീട്ടിൽ നിന്ന് പ്രസവിച്ചെന്ന് പറയുന്നത് കേൾക്കാമെന്നല്ലാതെ എൻ്റെ കുടുംബത്തിലാരും വീട്ടിൽ നിന്ന് പ്രസവിച്ചിട്ടില്ല. മലപ്പുറം ജില്ലയിലാണ് കുറേ വീട്ടിൽ നിന്ന് പ്രസവം നടക്കുന്നതാണ്. ഇങ്ങനത്തെ ആളുകൾ മലപ്പുറം ജില്ലയിൽ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും വീട്ടിൽ നിന്ന് പ്രസവിച്ചേക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ മതപരമായിട്ട് കുറച്ചൊക്കെ പഠിച്ച ആളാണെങ്കിലും എൻ്റെ മക്കൾ അതുപോലെ എൻ്റെ ഭാര്യ ഒക്കെ എന്താണ് ആസ്പത്രിയിൽ നിന്നാണ് പ്രസവിച്ചത്. അത് തന്നെയാണ് നമ്മൾ ചെയ്തത്. എന്നാലും ഇങ്ങനെ പ്രസംഗന്മാർ ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഇതിൻ്റെ പേരിൽ മനുഷ്യനെ നാണം കെടുത്തിയിട്ട് സുന്നത്ത് ജമാഅത്തിനാകെ ആക്ഷേപിച്ച് കണ്ട് യുക്തിവാദികളും വഹാബികളും ഇത് രംഗത്ത് വന്നിട്ടുണ്ട്. വഹാബികൾക്ക് ഇതിൽ രംഗത്ത് വരാൻ എന്താ അർഹത? വഹാബികളെ അവരിൽപ്പെട്ട കുറേ ആളുകൾ പറയുന്നത് വീട്ടിൽ നിന്ന് ഡോക്ടറെ കാണിക്കൽ തന്നെ ശിർക്കാണെന്നാണല്ലോ. നമ്മൾ ജാതിയിൽ നിന്ന് പുറത്തൊന്നും പറയുന്നില്ല. വഹാബികൾ അങ്ങനെയല്ല. ഷോലി അബ്ദുള്ള എന്ന് പറയുന്ന ഒരു വലിയ മൗലവി തലക്കെട്ടൊക്കെ കിട്ടിയ വലിയ താടിയൊക്കെ വെച്ചിട്ട് അയാൾ പറയുന്നത് ഡോക്ടർ 2 പ്രാവശ്യം ഇതിനായിട്ടല്ല മറ്റുള്ള ചികിത്സക്കും പോരുതെന്ന് അയാളിവിടെ ജനങ്ങളെ പ്രചോദിപ്പിക്കുന്നത്. മൊത്തത്തിൽ തൻ്റെ കുട്ടിക്ക് സൗക്കേടായിക്കൊണ്ട് ഒരു ഡോക്ടർക്ക് ആദ്യം പോയി. അപ്പോൾ എന്താണ് അവിടെ നിന്ന് ശിഫ്റ്റ് രണ്ടാമത് പോയാൽ അത് ശിർക്കാണെന്നാണ് പറഞ്ഞത്. ഒരു ഡോക്ടർക്ക് നിന്ന് നല്ല ഫലം കിട്ടുകയെങ്കിൽ നമ്മൾ രണ്ടാമത് നമ്മുടെ കുടുംബക്കാരൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകില്ലേ? അപ്പോൾ ശിർക്കിൻ്റെ ഒരു കോമ്പലാണ് എന്നാണ് ഇയാൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ജനം കാണൂല. ഇവിടെ സുന്നികളും മുസ്ലിമുകളും സുന്നികൾ എന്ത് ചെയ്തു? അങ്ങനെ സുന്നികൾ എതിർക്കണം. അവരെ കേരളത്തിൽ ബഹുഭൂരിപക്ഷം. എന്നാലാണ് യുക്തിവാദത്തിലേക്ക് ആളെ കിട്ടുക. ഇതാണ് ഇവർ ചിന്തിക്കുന്നത്. ഈ പകർസ്ഥാൻ ചോദിച്ചാൽ ആന പ്രസവിക്കാറില്ല എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഈ പ്രസവത്തിന് ഒരു രോഗമായി കാണുന്നവരോടാണ് പറയുന്നത്. പ്രസവം ഒരു രോഗമല്ല, ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. വീട്ടിൽ നിന്നാണെങ്കിലും ഈ ഡോക്ടറെ നിന്നാണെങ്കിലും മരിക്കും. ഞാൻ പറഞ്ഞല്ലേ, എൻ്റെ പെങ്ങൾ ആസ്പത്രിയിൽ നിന്ന് ഡോക്ടറെ അടുത്ത് നിന്നാണ് മരിച്ചത്. അതുകൊണ്ട് നമ്മൾ എന്താണ് അതിൻ്റെ മേൽ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. അവർക്കും കൈപ്പശക്ക് പറ്റാം. ഇനി അല്ലെങ്കിൽ അള്ള കണക്കാക്കിയ സമയമായിട്ട് ഞങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞ അതനുസരിച്ചത് പ്രസവത്തിൽ മരിച്ചാൽ ഷഹീദിൻ്റെ കൂലിയാണെന്ന്, അമ്പലം കെട്ടി മരിച്ചാൽ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സമാധാനിക്കുക എന്നല്ലാതെ നമ്മളെന്താണ് ആസ്പത്രിയെ നിരുത്സാഹപ്പെടുത്തുകയോ രോഗികളെ ഡോക്ടറെ കാണിക്കൽ നിരുത്സാഹപ്പെടുത്തുന്നവരല്ല. റസൂലുള്ള തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ പല പ്രാവശ്യം കൊമ്പ് വെക്കാറിന് ചികിത്സ നടത്തിയിട്ടുണ്ട്. ഈ കേട് രക്തങ്ങൾ വലിച്ചെടുക്കുന്നൊരു സമ്പ്രദായമാണ്. എന്നതുപോലെ പലതും എത്രത്തോളം എന്ന് വെച്ചാൽ എല്ലാ രോഗത്തിനും അള്ള മരുന്നിറക്കിയിട്ടുണ്ടെന്ന് പഠിപ്പിച്ചത് ഇസ്ലാം. അതാണ് മാൻസലല്ലാഹു ബി ദവാൻ ഔക്കമാക്കാൻ. ഒരു രോഗത്തിനും അള്ള ഇറക്കിയിട്ടില്ല ശിഫ വെച്ചിട്ടില്ല. അപ്പോൾ ആ ശിഫ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എവിടേക്കാണെങ്കിൽ പോകണം. ഇത്രക്കും പ്രോത്സാഹിപ്പിക്കുന്ന മതം. എന്നപോലെ സിംസാറുൽ ഹഖുദവി നേരത്തെ മുമ്പത്തെ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ നമ്മൾ സ്ത്രീകളെ ഡോക്ടറെ കാണിക്കരുതെന്ന് മൂപ്പര് പറഞ്ഞിട്ടില്ല. ഏറ്റവും പുരുഷന്മാരായ ഡോക്ടറെ സ്ത്രീകളെ പ്രസവത്തിന്
സമീപിക്കേണ്ട സ്ത്രീകളെ ഡോക്ടർമാരെ തന്നെയാണ്. അവരില്ലാത്തപ്പോഴാണ് പുരുഷന്മാരെ, അല്ലെങ്കിൽ പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ പുരുഷന്മാരെ കാണിക്കേണ്ടത്. അവർ ഔറത്ത് കാണൽ, ഹറാമ്, ആ കുറ്റങ്ങൾ അതൊന്നുമില്ല. അതൊക്കെ ഒരു ചില സമയത്തേ ഉള്ളൂ. ഇങ്ങനത്തെ സമയത്ത് ഒക്കെ രോഗി ചികിത്സിക്കാൻ വേണ്ടി പല ഹറാമും ഹലാലായി മാറും. അതിൽപ്പെട്ടതാണ് ഒക്കെ. ഈ മതവിധി അറിയാത്ത യുക്തിവാദികളാണ് ഇവിടെ അത് ഔറത്താണ്, ഔറത്ത് കാണൽ, അന്യപുരുഷന്മാർ ഔറത്ത് കാണൽ വരും എന്ന് പറയുന്നത്. ഒരു ഈ ആ ഭാഗം മാത്രമല്ല ഔറത്ത്. ഇസ്ലാം പറയുന്നത് അന്യപുരുഷന്മാർ, സ്ത്രീ പുരുഷന്മാർ മുഖം, ശരീരം മുഴുവനും മറയണമെന്ന്. എന്നാലും ഇവർ ഡോക്ടറെടുത്ത് പോകുമ്പോൾ മുഴുവൻ മറയണമെന്ന് നിബന്ധന ഉണ്ടല്ല. എന്നപോലെ ഇടപാട് നടത്തുമ്പോൾ ആളെ തിരികെ മുഖം വെളിവാക്കേണ്ടി വരും. ഇങ്ങനെ പലതും പറയുന്നുണ്ട്. അത് ഈ ജാതിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടല്ല. എന്നതുപോലെ തന്നെ ഈ ചില നിയമങ്ങളൊക്കെ അങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ വളരെ സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്തിനെ ഭിന്നത ഉണ്ടാക്കി, ചിഹ്നത ഉണ്ടാക്കി, ഈ യുക്തിവാദത്തിലേക്ക് ഇവിടെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന വഹാബികളും അതുപോലെ തന്നെ അതിന് അവസാനപ്പെടുന്ന മറ്റുള്ളവരും ചിന്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ തനതായ രൂപത്തിൽ പറയുമ്പോൾ ഇവിടെ ഒരു രോഗമാണെന്ന് വിലയിരുത്തുന്ന ആളുകൾ, പ്രസവമൊക്കെ രോഗമാണെന്ന് വിലയിരുത്തുന്ന ആളുകൾക്ക് അതല്ല എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞത്. ഇനി എന്താവട്ടെ, അതാണെങ്കിലും അല്ലെങ്കിലും ഇവിടെ ഞാൻ പറഞ്ഞല്ലേ, എൻ്റെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലാരും വീട്ടിൽ നിന്ന് പ്രസവിച്ച് എനിക്ക് ഓർമ്മല്ല ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ. എന്നപോലെ തന്നെ ഓരോരുത്തരും നമ്മൾ പഠിച്ച ആളുകളാണ്. നമ്മളൊക്കെ എന്താണ് ചികിത്സ, ഈ ഇങ്ങനത്തെ അവസ്ഥയിൽ ഡോക്ടർക്ക് കൊണ്ടുപോകണം തന്നെയാണ്. പിന്നെ ചിലർ പ്രചോദിപ്പിച്ച് വീട്ടിൽ പ്രസവത്തിന് തന്നു. അത് അങ്ങനെയും പ്രസവിക്കാം എന്നതിലേക്കൊരു പ്രചോദനം നൽകിയാണ്. എന്നാൽ അവരും അങ്ങനെ കൊണ്ടുപോവുക ചെയ്യൽ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വേണ്ടാത്ത വിവാദങ്ങൾ വലിച്ചിടുന്ന എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ മുസ്ലിമുകൾ ഒന്നായിട്ട് പിടിച്ചു വീങ്ങുന്ന വഖഫ് ഭേദഗതി ബില്ല് ഇങ്ങനത്തേലൊക്കെ ചർച്ച ചെയ്തെന്നുള്ള നിലയ്ക്ക് ഇത് ഇങ്ങനത്തെ യുക്തിവാദികൾ പഠിച്ചുണ്ടാക്കണമെന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. സത്യമായി മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്തുക, ലൈക്ക് ചെയ്യുക ഒക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.